Hello, welcome to anooptube. നമ്മളിന്ന് നോക്കുന്നത് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ പി സിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ജാവേനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ജാവ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് JDK എങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുക എന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വിൻഡോസിൻ്റെ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിൻഡോസിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുകയെന്ന് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പ്രൊസീജിയർ വളരെ എളുപ്പമാണ്. നമുക്ക് നമ്മൾ ഉബുണ്ടുവിൽ ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് വിൻഡോസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഉബുണ്ടുവിൻ്റെ ഇൻസ്റ്റാളേഷനും ബാക്കി സെറ്റപ്പ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പ്രീവിയസ്ലി നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഒരു ജാവയുടെ സെറ്റപ്പ് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ജാവ JDK ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ JDK കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, എന്നിട്ട് ഒറാക്കിൾ JDK ഡൗൺലോഡിന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ജാവ ഡൗൺലോഡ്സ് പറഞ്ഞിട്ട് ഒറാക്കിളിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ജാവ 19 ലേറ്റസ്റ്റ് റിലീസ് ഇപ്പോൾ ജാവ 19 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഴയത് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ജാവ 13 അല്ലെങ്കിൽ ജാവ 8 ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ ജാവ 8 ആണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, കുറച്ചും കൂടി വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചുകൂടി ലേറ്റർ ആയിട്ടുള്ള 10ന് മുകളിലുള്ളത് 13 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ജാവ 13 ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ജാവ ആർക്കൈവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് എല്ലാ ഡൗൺലോഡ്സിനും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് ഒന്നില്ലെങ്കിൽ SC8 എടുക്കാം. ഓക്കെ, SC8 എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് SC13 എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ SC13 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇൻസ്റ്റാളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഉബുണ്ടു ആണെങ്കിൽ നിങ്ങൾക്ക് ലിനക്സിൻ്റെ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിബൈൻ ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതല്ല RPM ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് വിൻഡോസ് ആണെങ്കിൽ നിങ്ങൾക്ക് 64 ഇൻസ്റ്റാളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസ് ലേറ്റസ്റ്റ് 13 അല്ലെങ്കിൽ വിൻഡോസ് 11 അല്ലെങ്കിൽ 10 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോസിൽ അല്ലെങ്കിൽ ലിനക്സിൽ നിങ്ങൾ ഓൾറെഡി JDK ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് JDK ഇൻസ്റ്റാളേഷനാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ code.visualstudio.com എന്ന് പറഞ്ഞൊരു സംഭവത്തിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണോ ഡൗൺലോഡ് ചെയ്യുന്നത്, അതായത് വിൻഡോസിലാണെങ്കിൽ വിൻഡോസിൽ, ഉബുണ്ടുവിനാണെങ്കിൽ ഉബുണ്ടുവിന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് .db, അതായത് ഉബുണ്ടുവിനാണെങ്കിൽ .db ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോസ് 64 ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞ യൂസർ ഇൻസ്റ്റാളർ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഉബുണ്ടുവിനാണെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ഡെബ് ഫയലോ RPM ഫയലോ ഡൗൺലോഡ് ചെയ്യുക. ഡെബ് ഫയലായിരിക്കും കുറച്ചുകൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പം. ഓക്കെ, ഉബുണ്ടുവിലാണെങ്കിൽ. ഓക്കെ, ഡെബ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് .db എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള സെക്ഷനിലോട്ട് പോകും. നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഓട്ടോമാറ്റിക്കായി കഴിയും. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തുറക്കുക. ഓക്കെ, അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ആദ്യമായിട്ട് ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി നമുക്കൊരു ഫോൾഡർ നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലപ്പോഴും പറയുന്നത് ഒരു ജാവ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കാനാണ് ഞാൻ സാധാരണ പറയാറ്. ഓക്കെ, അപ്പോൾ ജാവ പ്രൊജക്റ്റ് ഉണ്ടാക്കി അതിൽ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ഇൻസ്റ്റാളേഷൻ ആൻഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫോൾഡർ തുറക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പോവുക. അതിനുശേഷം ഓപ്പൺ എ ഫോൾഡർ എന്ന് പറയും. അതായത് ഫയലിൽ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ഫോൾഡർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ. ഈ ഓപ്പൺ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഹോമിൽ എൻ്റെ ജാവ പ്രൊജക്ട്സിലാണ്. ഓക്കെ, എൻ്റെ ഒരു ജാവ പ്രൊജക്ട്സ് ഉണ്ട്, അതിൽ എൻ്റെ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പിലാണ് ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നിങ്ങളുടെ സിമ്പിളായിട്ടുള്ളൊരു ഫോൾഡർ ഇതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു ഫസ്റ്റ് പ്രോഗ്രാം .java എന്ന് പറഞ്ഞിട്ട് ഞാൻ സിമ്പിളി ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫയലിൻ്റെ പേര് കൊടുക്കാൻ pറ്റും. ഓക്കെ, അപ്പോൾ abc.javaയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലും കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ സിമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് പ്രോഗ്രാം .java എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രോഗ്രാം .java എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ജാവ പ്രോഗ്രാം ഓൾറെഡി അറിയാണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് java.io.star എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇവിടെ ഒരു ഓട്ടോ കറക്ഷൻ അല്ലെങ്കിൽ ഓട്ടോ ആയിട്ട്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫില്ല് ചെയ്ത് ഓട്ടോ ഫില്ലിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാക്കേജസ് അല്ലെങ്കിൽ കുറച്ച് എക്സ്റ്റൻഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബാർ ഉണ്ടായിരിക്കും, അതിൽ പോവുക. ഓക്കെ, അതിനുശേഷം ബാറിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും ജാവ എന്ന് വെച്ച് സെർച്ച് ചെയ്യാം. ഓക്കെ, ജാവ എന്ന് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ പാക്ക് ഫോർ ജാവ എന്ന് പറഞ്ഞിട്ടൊരു സാധനം മൈക്രോസോഫ്റ്റിൻ്റെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ പരിപാടി. ഇത് നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാവയുടെ ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതാണ് എക്സ്റ്റൻഷൻ പാക്ക് ഫോർ ജാവ. ഇതാണ് നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം എന്താണ് കേട്ടോ, എക്സ്റ്റൻഷൻ പാക്ക് ഫോർ ജാവ. അപ്പോൾ ഇതിൽ കുറേ സംഭവങ്ങൾ റൺ ചെയ്യാനുണ്ട്, കുറേ സാധനങ്ങൾ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യാണ്ട്, അതാണ് ഇത്രയും സമയം എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഫുള്ള് റൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എക്സ്റ്റൻഷൻസ്. നമ്മൾ ഈ എക്സ്റ്റൻഷൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത്രയും കാര്യങ്ങൾ ഇത് ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ചെയ്തോളൂ. ഓക്കെ, അതായത് പ്രൊജക്റ്റ് മാനേജർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇത് ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൺ ബട്ടൺ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ഇതിൽ ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഇതിൽ ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ സിംപ്ലി നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി, എക്സ്റ്റൻഷൻ പാക്ക് ഫോർ ജാവ. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമുക്കത് ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടോ. ഓക്കെ, ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഈ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, ക്ലോസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഒന്ന് തുറക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുള്ള പ്ലഗിൻസൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഡാകാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. കാരണം നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് റീസ്റ്റാർട്ട് ചെയ്യില്ല, അപ്പോൾ നമുക്ക് ലോഡാകാൻ സമയം എടുക്കും. ഇതിപ്പോൾ ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഐഡിയിൽ ഒന്ന് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഒരു റൺ ബട്ടൺ ഉണ്ട്. ഓക്കെ, റൺ ജാവ ഡീബഗ് ജാവ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പിന്നെ നമുക്ക് അത് നമ്മുടെ ഗിറ്റിൻ്റെ ചേഞ്ചസ് ആണ്, അതിൻ്റെ ഗിറ്റിൻ്റെ ഉള്ള ഇതാണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ചേഞ്ചസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ സിംപ്ലി ഇമ്പോർട്ട് എന്ന് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇമ്പോർട്ട് എന്ന് ഓട്ടോമാറ്റിക് വന്നൂടെ. ഇമ്പോർട്ട് എന്ന് അടിച്ച് ജാവ ഡോട്ട് നടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ പാക്കേജസും നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. നേരത്തെ ഇതൊന്നും നമ്മൾ കാണാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സപ്പോർട്ട്സൊക്കെ കിട്ടണമെങ്കിൽ സിംപിളി നിങ്ങൾ എന്ത് ചെയ്താൽ വെച്ചാൽ ജാവയുടെ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അതായത് പാക്കേജുടെ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ജാവയുടെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ, അപ്പോൾ എക്സ്റ്റൻഷൻ പാക്ക് ഫോർ ജാവ എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മളിവിടെ സിമ്പിളായിട്ടൊരു പ്രോഗ്രാം റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ജാവ .io ആൻഡ് മെയിൻ അടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇപ്പോൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മെയിൻ അടിച്ച് കഴിഞ്ഞാൽ തന്നെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ വരും. പക്ഷേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലാസ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ക്ലാസ് നടിക്കുക, ക്ലാസ് ആൻഡ് ഫസ്റ്റ് പ്രോഗ്രാം ജാവ, ഫസ്റ്റ് പ്രോഗ്രാം ജാവ എന്നടിച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ മെയിൻ അടിച്ച് കഴിഞ്ഞാൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ അടിക്കും. അതിനുശേഷം സിസ്റ്റം അടിക്കുന്ന സമയത്തിന് എന്ത് ചെയ്തു, സിസ്റ്റം ഔട്ട് പ്രിൻ്റ് ലൈൻ. ഓക്കെ, പ്രിൻ്റ് ലൈൻ ഓഫ് നമ്മളെന്ത് ചെയ്തു, ഹലോ വേൾഡ്. നമ്മൾ സാധാരണ എല്ലായിടത്തും ടൈപ്പ് ചെയ്യുന്ന പോലെ. ഓക്കെ, ഹലോ വേൾഡ്. ഓക്കെ, സേവ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ റൺ അടിക്കുക. ഓക്കെ, ഇപ്പോൾ റൺ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓട്ടോമാറ്റിക് റൺ ബട്ടൺ വർക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഹലോ വേൾഡ് എഴുതി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജാവ സി ആൻഡ് ഫസ്റ്റ് പ്രോഗ്രാം .java എന്നടിക്കുക ആൻഡ് ജാവ ഫസ്റ്റ് പ്രോഗ്രാം എന്നടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹലോ വേൾഡ് എഴുതി കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇവിടെ ബട്ടൺ അമർത്താം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതേപോലെ കോഡ് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് ജാവാസി പോലെ ടൈപ്പ് ചെയ്ത് പോകാനാണ്. ഓക്കെ, വളരെ സിമ്പിൾ, അതായിരിക്കും കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതാണ് ഞാൻ ഇതെല്ലാം സജസ്റ്റ് ചെയ്യുന്ന കാരണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ജാവ സെറ്റപ്പ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. ഓക്കെ, അതായത് ജാവ നിങ്ങൾ ഓൾറെഡി സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജാവ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പാടെ എക്സ്റ്റൻഷൻ പാക്ക് ഫോർ ജാവ എന്ന് പറഞ്ഞ സാധനം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതായത് എക്സ്റ്റൻഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ. ഓക്കെ, അപ്പോൾ ജാവ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം വിൻഡോസിലാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഉബുണ്ടുവിലാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇതിപ്പോൾ ഒരു നമുക്ക് കഴിഞ്ഞൊരു കമൻറ്റിൽ വന്നിരിക്കുന്ന സജഷൻ ആയിരുന്നു എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ വീഡിയോസോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. ബൈ.